ഹലോ. തിരുവോണമായിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു കാര്യങ്ങളും നടന്നില്ല. എനിക്ക് വയ്യായ്കയായതിനാൽ ഞങ്ങളുടെ ആഘോഷങ്ങളൊക്കെ മുടങ്ങി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിട്ടത്തിന് രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോയി. അമ്മുക്കുട്ടി നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മുവിനെ ഞങ്ങൾ ശല്യപ്പെടുത്തിയില്ല. ഞാനും ഏട്ടനും കൂടി അമ്പലത്തിൽ പോയി. അവിടെ എത്തിയപ്പോൾ എല്ലാ പേരും പൂക്കളത്തിന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു. ഉണ്ണിക്കണ്ണൻ്റെ നല്ലൊരു അത്തം ഉണ്ടായിരുന്നു മുന്നിലേട്ടോ. അത് കഴിഞ്ഞ് ഞാനും ഏട്ടനും അമ്പലത്തിൽ കയറി. ഞങ്ങൾ തൃക്കൈ വെണ്ണയൊക്കെ കണ്ണന് കൊടുത്തു, പ്രാർത്ഥിച്ചു. അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി വീണ്ടും ഞാനും ഏട്ടനും കൂടി അത്തമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. അതിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. പക്ഷേ ഏറ്റവും എനിക്ക് ഇഷ്ടമായത് എന്താണെന്നറിയോ? അമ്പലത്തിൻ്റെ തിരുനടയിലൊരു ഉണ്ണിക്കണ്ണൻ്റെ ഒരു കുഞ്ഞത്തം ഉണ്ടായിരുന്നു. കുഞ്ഞല്ല, ഏകദേശം വലിപ്പമൊക്കെ ഉണ്ട്. എന്നാലും ഉണ്ണിക്കണ്ണൻ്റെ ഒരു കുഞ്ഞു രൂപം. അത് എത്ര രസമായിരുന്നെന്നറിയാവോ? ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലെത്തി ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചു. ഒന്ന് കറങ്ങാമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി. ഹലോ. ഞങ്ങൾക്ക് തിരുവോണത്തിന് എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് തിരുവോണം ആഘോഷിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളതുകൊണ്ട് ഇന്ന് അവിട്ടത്തിന് രാവിലെ പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ചേട്ടൻ്റെ വീട്ടിലോട്ടാണ്. അവിടെ പോയതിന് ശേഷം പിന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കറങ്ങി ഫുഡെല്ലാം കഴിച്ച് ഇന്നത്തെ ദിവസം ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നാഗവല്ലി കൂടിയ രംഗമാണ് കേട്ടോ ഇത്, കാറിൽ വെച്ച്. എങ്ങനെയാ അമ്മു? ദുർഗാഷ്ടമി രാത്രി അങ്ങനെ അമ്മുക്കുട്ടിയുടെ പ്രകടനമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നല്ലൊരു അത്തത്തിൻ്റെ മുന്നിലെത്തി. പിന്നെ അവിടെ ഇറങ്ങി അവിടെ ഞങ്ങളുടെ പ്രകടനം തുടങ്ങി. ഇതിപ്പോൾ ഞാനും അമ്മുക്കുട്ടിയും ഫോട്ടോ എടുക്കാനുള്ള ഒരു മത്സരമാണ് നടക്കുന്നത്. അവൾക്കാണെങ്കിൽ എങ്ങനെയും എന്നെ ചവിട്ടി പുറത്താക്കണം. ഞാൻ വിട്ടുകൊടുക്കുമോ? ലാസ്റ്റ് ഞങ്ങളൊരു കോംപ്രമൈസിലെത്തി. ആദ്യം അമ്മുക്കുട്ടിയുടെ ഫോട്ടോ എടുത്തു. പിന്നെ അവൾ ഹാപ്പിയായി. പിന്നെ ഞാനും അമ്മുക്കുട്ടിയും കൂടെ ഒരുമിച്ച് ഫോട്ടോ എടുത്തു. അങ്ങനെ അത്തം എല്ലാം കണ്ട് ഞങ്ങൾ ഹാപ്പിയായിട്ട് തിരിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഇനി ഒരു അത്തം കാണാനും ഞങ്ങൾ വഴിയിലിറങ്ങണ്ടെന്ന് തീരുമാനിച്ചു. അത്തമൊക്കെ കണ്ടു വീട്ടിലെത്തിയപ്പോഴേക്കും മണി 3 കഴിഞ്ഞു. അപ്പോൾ നല്ല വിശപ്പായിരുന്നു. പിന്നെ വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും എല്ലാം ഞാൻ മറന്നു. ആഹാരം കഴിച്ചപ്പോൾ നല്ല ക്ഷീണമായി. അങ്ങനെ കുറച്ച് റെസ്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഈവനിങ് ചായയൊക്കെ കുടിച്ചു. നേരെ അവിടെ നിന്ന് തിരിച്ചു. അവിടെ നിന്ന് വന്നപ്പോൾ റോഡ് മുഴുവൻ ബ്ലോക്കാണ്. എങ്ങും ഞങ്ങൾക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ വിചാരിച്ചു എന്തായാലും വെട്ടുകാട് പോയാലോ. അങ്ങനെ ഞങ്ങൾ ചർച്ചിലോട്ട് പോയി. ചർച്ചിൽ പോയി മെഴുകുതിരിയൊക്കെ മേടിച്ചു, പ്രാർത്ഥിക്കാനായിട്ട് പോയി. ശരിക്ക് വെട്ടുകാട് വരുമ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങൾ ഹിന്ദുസ് അല്ലേ, എന്തിനാണ് ചർച്ചിൽ പോകുന്നത്? പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ മതക്കാരും വരും കേട്ടോ. സന്യാസിമാർ, മുസ്ലിംസ്, അങ്ങനെ ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളൊരു ചർച്ചാണ് അങ്ങനെ എനിക്കൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. എല്ലാവരും വരും, ഒരുപോലെ പ്രാർത്ഥിക്കും. എന്തോ നമുക്ക് മനസ്സിനൊക്കെ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും. അതിപ്പോൾ നമ്മൾ ചർച്ചിലോട്ട് വരണമെങ്കിൽ നമ്മൾ ക്രിസ്ത്യൻ തന്നെ ആവണം അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ശരിക്ക് എനിക്ക് യാത്ര ചെയ്ത് നല്ല ക്ഷീണിച്ചു. ഒന്നിനും വയ്യ. എങ്ങനെയും ഒന്ന് വീടെത്തിയാൽ മതി. അമ്മുക്കുട്ടിക്കാണെങ്കിൽ ബീച്ചിൽ പോകണം, കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും വേണ്ടാന്ന് വെച്ച് നേരെ വീട്ടിലേക്ക് തിരിച്ചു. വന്ന വഴിക്കും വോമിറ്റിംഗ് ടെൻഡൻസി വന്നതുകൊണ്ട് എനിക്ക് സോഡ നാരങ്ങ വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കടയിൽ കയറി സോഡയും നാരങ്ങയും ഒക്കെ വാങ്ങി നേരെ വീട്ടിലെത്തിയപ്പോൾ 11 മണിയായി. ഈ ഓണത്തിന് പ്രതീക്ഷിച്ചതൊന്നും നടന്നില്ല. എങ്കിലെന്താ, നമുക്ക് അടുത്ത ഓണം ആവട്ടല്ലേ, അതുവരെ കാത്തിരിക്കാം.